ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് കുട്ടിത്താനം ബ്ലോഗ്. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് ആറാട്ടും വരവേൽപ്പും ഒക്കെ ഒന്ന് കണ്ടാലോ. ഇത് തോട്ടുങ്കൽ ദേവീക്ഷേത്രം എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രത്തിലേക്കുള്ള അഞ്ചാമത്തെ ഉത്സവ അവസാന ദിവസമാണ്. അങ്ങനെ ആറാട്ടുകടവിൽ പോയി ദേവി നീരാട്ടെല്ലാം കഴിഞ്ഞ് ദേവീനെ നമ്മൾ ആനയിച്ച് തിരിച്ചമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ഏറ്റവും ഫ്രണ്ടിലൊരു പെട്ടിവണ്ടിയിൽ ഈ ഗിൽറ്റഡ് പേപ്പർ ഇങ്ങനെ പറപ്പിക്കുന്ന ഒരു മിഷൻ, അതിൻ്റെ ബാക്കിലായിട്ട് ചേച്ചിമാർ, നമ്മുടെ ഗുരുപുരത്തിലുള്ള ചേച്ചിമാർ തന്നെ കൈകൊട്ടിക്കളി ടീം, അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് പോവും. അതിൻ്റെ ബാക്കിലായിട്ട് കൊച്ചു കുട്ടികളുടെ കോൽക്കളി, പിന്നെ ആ ഏരിയ ഇവിടെ നമ്മുടെ ഏരിയയിൽ തന്നെയുള്ള അമ്മമാരുടെ വലിയ അമ്മമാരുടെ കോൽക്കളി, പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ആ ചുറ്റുവട്ടത്തുള്ള ചേട്ടന്മാരെ അനിയന്മാരെ എല്ലാവരോട് ചേർന്നിട്ടൊരു അമ്മൻകുടം, വർഷങ്ങളായിട്ടുള്ള ഒരു അമ്മൻകുടം ടീമാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ടിലൊരു സാധനം വെച്ച് തുള്ളും. അതിൻ്റെ പേര് അടുത്തില്ല കാണിച്ചു തരാം. പിന്നെ കുറച്ച് പേര് വന്നിട്ട് ഈ ശിവൻ്റെയും പാർവതിയുടെയും വേഷം ഇങ്ങനെ കെട്ടിയിട്ട്, പിന്നെ അർദ്ധനാരീശ്വരൻ, പാർവതി ദേവി, തോഴി, അങ്ങനെ കുറേ രൂപം കെട്ടി ആടുന്നുണ്ട്. ഇത് കാണാം അമ്മൻകുടം ടീംസ് ഒന്ന്. പിന്നെ ഇത് അമ്മമാരുടെ കോൽക്കളി, വലിയ അമ്മമാരുടെ കോൽക്കളി ടീംസാണ്. ഇത് ചെറിയ പിള്ളേരുടെ കോൽക്കളി ടീംസ്. പിന്നെ അമ്മമാരുടെ ഇവരുടെ പുറകിലാണ് വലിയ അമ്മമാരുടെ കോൽക്കളി ടീംസ്. പിന്നെ ദാനുടെ ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. കുറേ തുള്ളി കഴിഞ്ഞപ്പോൾ വെള്ളം കുടിച്ച് അവന് വയ്യ നടക്കാണ്. പിന്നെ കുറേ ദൂരം ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ലാസ്റ്റ് അമ്പലത്തിൻ്റെ അടുക്കായപ്പോൾ അവന് വയ്യാതായിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ വന്നത്. അമ്മയെ കൊണ്ടുപോയായിരുന്നു. പിന്നെ തെച്ചൂട്ടിനെ അമ്മ എടുത്തോണ്ട് വന്നായിരുന്നു. കുറേ അധികം താലം ചെന്ന് കഴിഞ്ഞാണ്. പിന്നെ എൻ്റെ ഇടയ്ക്ക് താലമുണ്ട് കേട്ടോ. താലമായിട്ടാണ് മെയിനായിട്ട് ആറാട്ടുകടയിൽ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ നമ്മുടെ കൊച്ചമ്പലം ജംഗ്ഷനിൽ നിന്നിട്ട് തുള്ളലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. ദേവി വരുമ്പോൾ നമ്മൾ ആനയിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തേണ്ട നല്ല രസമാണ്. ഇവിടങ്ങളിലൊക്കെ ഉത്സവം എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. നമ്മുടെ കെട്ടിച്ച് വിട്ടവരൊക്കെ വരും, ഭർത്താക്കന്മാരും എല്ലാവരും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. 5 ദിവസം ഭയങ്കരമായിട്ട് ആഘോഷമാണ്. കണ്ടോ, ഞാൻ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരുങ്ങിയാൽ എന്നെയാണ് ഫോട്ടോ എടുക്കുന്നത് എടുത്തോന്നൊക്കെ പറഞ്ഞിരുന്നു. കണ്ടോ, ഞങ്ങളുടെ ദേവിയെ നല്ല സന്തോഷവതിയായിട്ട് നാടൊക്കെ കണ്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോഴത്തേക്ക്. എനിക്ക് ഭയങ്കര ഇങ്ങനെ കുളിര് വരുന്ന പോലൊക്കെ തോന്നും കേട്ടോ. ഇങ്ങനെ കളിക്കുന്നതാണെങ്കിൽ ദേവി കളിക്കുന്ന പോലൊക്കെ തോന്നും കേട്ടോ. ഭയങ്കര അന്ധവിശ്വാസം അങ്ങനെയൊന്നും അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത്. നമ്മുടെ ചക്കുളത്താവ് അമ്പലത്തിൽ ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ പിന്നെ ഇത് കാണുന്നത്. വേറെ ഒന്നും ഞാനിതങ്ങനെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഞാനങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ ഹോട്ടലിൽ പാട്ടിടും, ഇവരിങ്ങനെ അതിനകത്ത് നിറച്ച് ഗിൽറ്റഡ് പേപ്പർ വെച്ചിട്ട് തുള്ളും കേട്ടോ. ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആന വരുന്നുണ്ടോ, ഒറിജിനലി വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. എപ്പോഴും സ്പെഷ്യൽ. ഞങ്ങൾ ഓരോ പുതിയ വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ഉത്സവത്തിന് ഞങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും കണ്ടോ. നമ്മൾ ഈ ഗിൽറ്റഡ് പേപ്പറൊക്കെ ആദ്യം ഞങ്ങളുടെ ഈ ഏരിയയിലാണ് ആദ്യം വരുന്നത് എനിക്ക് തോന്നി. ഞാൻ പിന്നെ എവിടെയും കണ്ടിട്ടില്ലെന്നല്ല, ഫസ്റ്റ് ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. പലയിടത്തും കാണുമായിരിക്കും, പക്ഷേ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ തോട്ടുങ്കൽ അമ്പലത്തിലാണ് കാണുന്നത്. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അയ്യപ്പൻ്റെ അമ്പലമാണെങ്കിൽ പോലും അവിടെ 3 ദിവസം ഉത്സവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം താലമായിരിക്കും. വൈകുന്നേരം ചെറുവിളിക്കാവ് അമ്പലത്തിൽ നിന്ന് ഞങ്ങളുടെ അമ്പലത്തിലോട്ട് താലം. അതിൻ്റെ പിറ്റേ ദിവസം അന്ന് പിന്നെ കൊച്ചു പിള്ളേർ വല്ല ഡാൻസോ അങ്ങനെ ഉണ്ടെങ്കിൽ അത്, പിറ്റേ ദിവസം നാടകം, അതിൻ്റെ പിറ്റേ ദിവസം ഗാനമേള, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പരിപാടികളൊക്കെ പിന്നെ അമ്മൻകുടം അങ്ങനെ എന്തെങ്കിലും കാണും, ചെണ്ടമേള, അതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം മാറും. അമ്പലം പൊളിച്ച് പണിയുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ഉത്സവം ഇല്ല. അത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നടക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അനക്കമാണ് കേട്ടോ. ഭയങ്കര സങ്കടമാണ് ഉത്സവം ഇല്ലാത്തതുകൊണ്ട്. ഇവർ സൂപ്പറായിരുന്നു കേട്ടോ. ഇവരെല്ലാ കൊല്ലം ഇവർ തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ലപോലെ ചെയ്യും കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആണ് അവർ. കാരണം അങ്ങ് വരെ ഒരേ ഡാൻസൊക്കെ കാണുന്നത് അങ്ങനെ മടുപ്പൊന്നുമില്ല. നല്ല രസമാണ് കേട്ടോ. വെറൈറ്റി ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് താലമൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. കുറേ അമ്മമാർ താലമൊക്കെ എടുത്ത് തെച്ചൂട്ടൻ രമ്യ ചേച്ചിയുടെ ഇരിക്കുകയാണ്. രമ്യ ചേച്ചിയുടെ ഫോണൊക്കെ എടുത്ത് കടിക്കുന്നു. അവന് ഒച്ച അധികം കേൾക്കാത്തതുകൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായത്. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഓക്കെ ആയി. നല്ല രസമാണ് കേട്ടോ തോട്ടിലോട്ടൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഗുരുവായൂരത്തുള്ള കൈകൊട്ടിക്കളി ടീംസ്. അവരും നന്നായിട്ട് അങ്ങ് വരെ നല്ല സൂപ്പർ എനർജറ്റിക് ആയിട്ട് തന്നെ കളിച്ചു പോകുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവരുടെ ഡാൻസൊക്കെ കാണാനായിട്ട്. അവരും പുറത്തമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ കൈകൊട്ടിക്കളി കളിക്കുന്ന ടീംസാണ്. ഇപ്പോൾ കുറേ അവരും അങ്ങ് വരെ നല്ല എനർജറ്റിക് ആയിട്ടാണ് കളിച്ചത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇടയ്ക്ക് തെച്ചൂട്ടൻ കരയുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ തുള്ളാൻ വേണ്ടി എന്നിട്ട് വേണ്ട, പുറകെ ആൾ വരുന്നുണ്ട്, പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നേ പോയി കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ അടുത്തെത്താറായപ്പോൾ സന്ധ്യയായി. നമ്മൾ ഇരുട്ടിയാണ് അമ്പലത്തിൽ. ഇനി അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ദേവിയുടെ അവിടെ ഇങ്ങനെ ഒരു ആട്ടം പോലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂമൂടലുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല. അതൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് വീണ്ടും ഇടാം കേട്ടോ. ഞങ്ങൾ കുഞ്ഞുള്ളതുകൊണ്ട് പുറത്തിരുന്ന്, കാരണം അകത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഉണ്ടോ, മഞ്ഞ അതിനിടയ്ക്ക് ഇത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ നിന്ന് വെള്ളമൊക്കെ തന്നു. നമ്മൾ വെള്ളമെല്ലാം കുടിച്ച്
അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അതിൻ്റെ കലാപരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ വന്ന് ഇത്രയും ടീംസിൻ്റെ ഒരു അവതരണം കൂടെ ആ അമ്പലത്തിൽ വെച്ചിട്ട് വൺ ടൈം ഒന്നുകൂടെ കളിക്കുന്നുണ്ട്. അവരെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഗാനമേള സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. എല്ലാവരും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവവും പരിപാടികളും ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.